വിഷ്ണു, KPCCയുടെ തലപ്പത്തേക്ക് ഇനി ആര് എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ചോദ്യം. സണ്ണി ജോസഫ് മന്ത്രിയായിരിക്കെ പുതിയ ഒരു ആൾ KPCC തലപ്പത്തേക്ക് എത്താൻ ഏറെ സാധ്യതയുണ്ട്. പുതിയ ആളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ യുവ നേതാവായിരിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ മുതിർന്ന നേതാവായിരിക്കാം. മാത്യു കുഴൽനാടനാണോ, ഷാഫി പറമ്പിലാണോ, കൊടിക്കുന്നിലാണോ എന്നൊക്കെ ആകെ ചർച്ചകൾ രാഷ്ട്രീയ മേഖലയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ, ഉറപ്പായിട്ടും നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് വരെ സണ്ണി ജോസഫ് വന്ന് പറയുകയുണ്ടായി, എന്താ KPCC അധ്യക്ഷനെ, അദ്ദേഹം KPCC അധ്യക്ഷൻ എന്ന നിലയിൽ വളരെ സക്സസ് ആയിട്ടുള്ള ഒരാളായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പേരാവൂരിൽ നിന്നു, അവിടെ മത്സരിച്ച് ജയിച്ചു, അങ്ങനെ വലിയൊരു സക്സസ് കൂടെ. അതും KK ശൈലജ ടീച്ചർ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു അല്ലേ? അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ശൈലജ ടീച്ചറെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ശൈലജ ടീച്ചറെ അവിടെ തോൽപ്പിക്കാൻ കൊണ്ട് നിർത്തിയതാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്താ KPCC സ്ഥാനത്തേക്ക്, KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്ത രീതിയിലായിരിക്കുമെന്നാണ് ഇവിടെ സണ്ണി ജോസഫ് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്? വളരെ ജനാധിപത്യമായ രീതിയിൽ. ഇപ്പോൾ ഇവിടെ വലിയ കോലാഹലം സൃഷ്ടിച്ചൊരു സംഭവമായിരുന്നല്ലോ. ഇപ്പോൾ ഇത്രയും വലിയ സീറ്റുകളോടെ UDF അധികാരത്തിൽ വന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വൈകുന്നു എന്നുള്ളതൊക്കെ വലിയ വിഷയമായിരുന്നു ഇവിടെ കേരളത്തിലെ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ വരുമ്പോൾ എന്താ വളരെ ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് ഇവിടെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തത്. അതിപ്പോൾ നമ്മളുടെ ഗ്രൂപ്പ് അംഗങ്ങളുടെ, ഇപ്പോൾ കോൺഗ്രസിലെ അംഗങ്ങളുടെ ഒരു എണ്ണം നോക്കുകയാണെങ്കിൽ അവരുടെ സപ്പോർട്ട് വളരെ കുറവായിരുന്നു VD സതീശന്. അവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരുന്നത് KC വേണുഗോപാലിനായിരുന്നു. അപ്പോൾ അത്തരമൊരു പക്ഷേ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് VD സതീശനെയായിരുന്നു. അതുമാത്രമല്ല, ജനപിന്തുണ അല്ലെങ്കിൽ എന്താ ഭിന്നിച്ചു നിന്ന പല കോൺഗ്രസ് നേതാക്കളെയും, അല്ലെങ്കിൽ കോൺഗ്രസിനെ, ഒരുപാട് തലങ്ങളിൽ നിന്ന കോൺഗ്രസിനെ എല്ലാവരെയും ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാക്കി മാറ്റി അതിനെ വിജയിപ്പിച്ച ഒരാളെന്ന VD സതീശന് ആ ഒരു മുഖമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സൗന്ദര്യം അദ്ദേഹത്തിനുണ്ട്. അതുതന്നെയായിരുന്നു ഇവിടെ നമ്മൾ കണ്ടത്. ആ ഒരു തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയതും അദ്ദേഹം കണ്ടതാണ്. ഒരു ജനവികാരം തന്നെയായിരുന്നു VD സതീശൻ മുഖ്യമന്ത്രി ആവണം. പക്ഷേ വിഷ്ണു, ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് ഇതൊക്കെയെന്ന് അവർ വിശേഷിപ്പിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും 102 സീറ്റ് ചരിത്രപരമായിട്ടുള്ളൊരു വിജയം നേടിക്കൊണ്ട് നമ്മൾ മുഖ്യമന്ത്രി ആര് എന്ന് നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിക്ക് കസേരയ്ക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള അടി നടക്കുന്നത്. അതിനെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായിട്ടാണ് അവർ വിശേഷിപ്പിക്കുന്നതെങ്കിൽ 100ഓളം അല്ലെങ്കിൽ 1000കണക്കിന് പ്രവർത്തകർ റോട്ടിൽ പല അവരുടെ ഇഷ്ട നേതാക്കൾക്ക് വേണ്ടി ഫ്ലെക്സ് വെക്കുന്നു, മാർച്ച് നടത്തുന്നു, അവരുടെ ശക്തി തെളിയിക്കുന്നു. ആ രീതിയിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതിൽ എനിക്ക് സംശയമുള്ളൊരു കാര്യം, മതം ഒരു ഘടന അതിൽ ഉണ്ടാകുമോ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ? കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മതം അവർ കൂട്ടുപിടിക്കുന്നതാണെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ട്. അതിൽ കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സഭ പറഞ്ഞ ഒരാളെ മേയറാക്കി അങ്ങനെ പറഞ്ഞു വെക്കാൻ സാധിക്കും. നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് വടശ്ശേരി ദാമോദര മേനോൻ എന്ന സതീശൻ എന്ന ഞാൻ എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന തരത്തിലേക്ക്. അപ്പോൾ ഇവിടെ ഏത് സഭ പറയുന്നത് അല്ലെങ്കിൽ ലീഗ് പറയുന്നതാണോ, ആര് പറയുന്നതായിരിക്കും ഇവിടെ കേൾക്കുക? അതോ ഹൈക്കമാൻഡിന് പൂർണ്ണമായും വിട്ടുകൊടുക്കോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃഷ്ണാന്ത്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് വളരെ ജനാധിപത്യമായ രീതിയിൽ തന്നെയാണ് UDF ഗവൺമെൻറ് അവിടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. കാരണം ഇവിടെ ഒരുപാട് ദിവസങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ തർക്കങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ചർച്ചകളിലേക്കും വീണ്ടും ചർച്ച, ഇവരിടയ്ക്ക് ഹൈക്കമാൻഡ് പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇവിടെ നമ്മളെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചല്ലോ. ഈ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ എവിടെയായിരുന്നു ചർച്ച? എത്ര ചർച്ചയുണ്ടായിരുന്നു ഇവിടെ? അല്ലെങ്കിൽ എത്ര വട്ടം അവർ സംസ്ഥാന കമ്മിറ്റിയിൽ പോയി, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ആരൊക്കെ വന്നു? ഒന്നും ഉണ്ടായില്ലല്ലോ. പെട്ടെന്ന് തന്നെ അങ്ങ് തീരുമാനിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേരളത്തിലെ LDFൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രധാന കാരണം ഒന്ന് പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം MV ഗോവിന്ദനും, അങ്ങനെ പാർട്ടിയുടെ പൊതുവായൊരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടെങ്കിലും പൊതുവായൊരു പ്രശ്നം അല്ലെങ്കിൽ ആ ഒരു പരാജയത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവായതിൽ ഒരുപാട് ഇപ്പോൾ പാർട്ടിയിലെ താഴെ ഘടനയിലെ ആളുകൾക്ക് തന്നെ വളരെ വിമർശനം ഉണ്ടായിരുന്നു. ആ വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോഴും അവർ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ അതിനെ വളരെ നിഷ്പ്രഭമായിട്ടല്ലേ ഇവിടെ തള്ളിക്കളഞ്ഞത്. പക്ഷേ ഇതാണ് ഞാൻ പറയുന്നത്, ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ ജനാധിപത്യമായ രീതിയിൽ
അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ സമയം വരുമെന്നേ. ഇപ്പം നമുക്ക് ഒരു പൊതുവേ ആരോടും ഒന്നും ചോദിക്കേണ്ട, ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ ഞാൻ മറ്റേ സിനിമയിൽ പറയുന്ന പോലെ തുറുപ്പുകുലാൻ എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് കുഞ്ഞുമോൻ, ഞാൻ തന്നെയാണ് ഗുലാൻ. അപ്പോൾ ഈ സുരാജ് ഏറ്റുവിളിക്കുന്നുണ്ട് ഈ ഗുലാൻ ആ സിന്ദാബാദ് എന്നിങ്ങനെ. ഇവിടെ പ്രതിപക്ഷ നേതാവാകാനായാലും മുഖ്യമന്ത്രിയാകാനായാലും പിണറായി വിജയൻ തന്നെയുള്ളൂ ആ പാർട്ടിക്ക്. അത് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു പരാജയമല്ലേ. ഇപ്പോൾ അത് ചോദ്യം ചോദിക്കുന്നുണ്ട് കുറേ പേര്. ഇപ്പോൾ ഈ താഴെ ഘടനയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഈ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും മുകളിലേക്ക് എത്തുന്നില്ല, മുകളിലെ കമ്മിറ്റിയിലേക്കോ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ പല കാര്യങ്ങളും അവർ സമ്മതിച്ചു. ഇപ്പോൾ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി നിർണയം ഇതൊക്കെ വളരെ പരാജയമായിരുന്നു എന്ന് അവർ സമ്മതിച്ചു. അപ്പോൾ ഇതാണ് പ്രശ്നം. ആ പാർട്ടി ജനങ്ങളിലേക്ക്, ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് പറയുന്നത് വളരെ ജനങ്ങളുമായി അത്രയും കണക്ട് ചെയ്ത് അത്രയും ഒരു കണക്ഷൻ നിലനിർത്തി നിന്നിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടി തിരികെ വന്നിട്ടില്ലെങ്കിൽ, അത് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ അത് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ പരാജയത്തിന് തന്നെ കാരണമാവും. അത് സാധാരണക്കാരനെ കേൾക്കേണ്ടി വരണം ആ പാർട്ടിക്ക്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണക്കാരെ കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ആ പാർട്ടി. പക്ഷെ ഇന്നത് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ തുടങ്ങി, ഒറ്റയ്ക്ക് ആരോടും ചോദിക്കാനില്ല, ആരോടും ഒന്നും പറയാനില്ല, ഞാൻ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ് ആ പാർട്ടി അങ്ങനെ ആവുന്നു. അതിൽ എനിക്കും വളരെ അധികം വിഷമമുണ്ട്. കാരണം നമുക്ക് കാണുമ്പോൾ അങ്ങനെയല്ല, സാധാരണക്കാരനെ കേട്ടിരുന്നൊരു പാർട്ടിയാണ്. എന്തുകൊണ്ട് അത് അങ്ങനെ ആവുന്നു? ഇതിൽ പ്രധാനമായിട്ടും ഈ പിണറായി വിജയൻ ഉൾപ്പെടെ കേന്ദ്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര കമ്മിറ്റി അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ തീരുമാനങ്ങൾ ആ നിലയ്ക്കൊക്കെയാണ് തന്നെ. ഇപ്പോൾ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് വരികയുണ്ട്. അതിൽ ഈ പാർട്ടിയിൽ തന്നെ അഴിച്ചുപണി നടക്കുമെന്നൊക്കെയാണ് CPM-ന്റെ വാദം. ആ നിലയ്ക്ക് പാർട്ടിയിൽ അഴിച്ചുപണിയാണെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ. ഇതിൽ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുമ്പോഴും അണികൾ തമ്മിൽ തല്ലുന്ന രീതിയിലേക്ക് മാറുമ്പോൾ അത് വലിയ പ്രശ്നങ്ങൾ, ഭിന്നിപ്പ് ഉണ്ടാക്കാനായി കോൺഗ്രസിൽ സാധ്യതയുണ്ട്. അതിൽ ഈ പറയുന്ന ഫ്ലെക്സ് വെക്കുക, ഫ്ലെക്സ് വെക്കുക, അതല്ലെങ്കിൽ പ്രതിഷേധ മാർച്ച്, തങ്ങളുടെ നേതാവിന് വേണ്ടി മാർച്ച് സംഘടിപ്പിക്കുക, ഇതൊക്കെ അണികൾക്കിടയിൽ ഒരു വിഭാഗീയത, ഗ്രൂപ്പ് എന്നുള്ള രീതിയിലേക്ക് അത് മാറാൻ. ഇപ്പോൾ പൊതുവെ കോൺഗ്രസിനെ പറ്റി പറയുന്ന ഒരു കാര്യം A മുതൽ Z വരെ ഗ്രൂപ്പുകളുണ്ട് എന്ന് നമ്മളൊരു കളിയാക്കി പറയാറുണ്ട്. അപ്പോൾ വിഭാഗീയത വളരാനായിട്ട് കൂടുതൽ ഇത് സാധ്യത വരും. അപ്പോൾ കോൺഗ്രസ് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ KPCC തലപ്പത്തേക്ക് ഷാഫി പറമ്പിലാണെങ്കിൽ ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു നേതാവായിരിക്കും. മാത്യു കുഴൽനാടനും ഇപ്പോൾ MLA സ്ഥാനമൊന്നുമില്ല, പെരുമ്പാവൂർ MLA ആയിരുന്ന വ്യക്തിയാണ്, സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ നമ്മൾ കരുതിയിരുന്നതാണ്, ആയില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു സ്ഥാനം കൊടുത്ത് പരിഗണിച്ചേക്കാം. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ യുവാക്കളാണെങ്കിലും മുതിർന്ന ഒരു നേതാവാണെങ്കിലും പ്രായമല്ല, അവരുടെ സംഘടനാ ശേഷിയാണ് അവിടെ കാര്യമാകുന്നത്. അല്ലെങ്കിൽ പ്രായത്തിന് ഇതുമായി ബന്ധമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സംഘടനാ കരുത്ത്, സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നോക്കിക്കണ്ടത്. അപ്പോൾ വിഭാഗീയതയില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കോൺഗ്രസ് എങ്ങനെ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗീയത. ഇപ്പോൾ അത് ഏതൊരു പാർട്ടിയിലും ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ അനുവാദമുള്ള ഏതൊരു പാർട്ടിയിലും ആ പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ അത് നിലപാട് പറയാൻ ഒരു അവകാശമുള്ള അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഏതൊരു പാർട്ടിയിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് നാളെ എന്താണ് കഴിക്കാൻ എന്ത് വേണം എന്ന് പറയുമ്പോൾ, അവർ ദോശ വേണം എന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് വേണ്ട പുട്ട് മതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അച്ഛൻ അവിടെ ഇത് പറയുന്നത്, എനിക്ക് അതങ്ങനെ ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ അത്രയും അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് അവിടെ പ്രശ്നങ്ങളുണ്ടാവുന്നേ, ഉറപ്പായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. അല്ലാതെ അവിടെ ദോശയാണ് നാളെ എന്ന് പറയുമ്പോൾ എനിക്ക് ദോശ ഇഷ്ടമല്ല എന്ന്, അല്ലെങ്കിൽ എങ്ങനെ ഞാനത് പറയും, പേടിച്ചിരിക്കണമല്ലോ, അല്ലെങ്കിൽ എങ്ങനെ പറയും എന്നുള്ളൊരു പേടി ഉള്ളിൽ വച്ചിട്ട് പുറത്തൊന്നും പറയാതിരുന്നാൽ അതങ്ങനെ തന്നെ പോകും. അപ്പോൾ ആൾ തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ അതങ്ങനെ പോകും. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു യുവത്വം തന്നെ പ്രധാനമായിട്ടും ഒരു KPCC അധ്യക്ഷനായിട്ട് വരുവാണെങ്കിൽ അവർക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും യുവത്വം വരുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ആളുകളെയും ഒരുമിച്ച് നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. പുതിയ ആളുകളുടെ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും, അല്ലെങ്കിൽ പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് നിലപാട് പറയുന്നതിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പ്രായമായ ആളുകളാണല്ലോ ഈ അതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കൊടുന്യായങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഉറപ്പായിട്ടും ഒരു യുവത്വമാണ് KPCCയുടെ തലപ്പത്ത് വരുന്നതെങ്കിൽ അത് ആ പാർട്ടിയെ തന്നെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ അതിൻ്റെ സക്സസ് നിലനിർത്തി കൊണ്ടുപോകാൻ ഉറപ്പായിട്ടും അത് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കോൺഗ്രസിന് ഉറപ്പായിട്ടും സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ജനാധിപത്യ പാർട്ടിയാണ്.